അപ്പം നമ്മുടെ ഇന്നത്തെ കഥയിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നല്ല പനിയാണ്, നല്ല ജലദോഷമാണ്. പിന്നെ തൊണ്ടയുടെ കേസ് ഇനി ഞാൻ പറയുന്നില്ല, പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ചു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയുന്നു. പിന്നെ നമ്മുടെ കഥ, നിങ്ങൾക്ക് ഈ കർമ്മയിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയൊന്ന് കാണണം. ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടെത്തുന്നു. എന്നാൽ ആ മാർഗം ഒരു തെറ്റായ മാർഗമാണ്. പക്ഷെ ഇങ്ങേർക്കാണെങ്കിൽ അത് എടുത്തേ പറ്റുള്ളൂ. കാരണം അയാളുടെ അവസ്ഥ അത്രയും മോശമാണ്. പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല. ആരെ പറ്റിച്ചിട്ടാണേലും ഈ പൈസ ഉണ്ടാക്കാൻ അയാളങ്ങ് മുതിരുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. ഈ വൺ ലൈനൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി കിട്ടിക്കാണുമല്ലോ. എന്നാൽ അങ്ങനെയൊന്നുമില്ല ഈ സിനിമയുടെ കഥ പോകുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലിലാണ് പോവുക. എന്നാൽ സെക്കൻഡ് ഹാഫ് അത് വേറെ വേറെ ലെവലിലാണ് പോവുക. സിനിമയുടെ ആദ്യത്തെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊരു ടിപ്പിക്കൽ സാധനമാണ്. എന്നാൽ ഫസ്റ്റ് ഹാഫ് എത്തുമ്പോൾ ഒരു ബ്ലഡി ട്വിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും, ഓ കഥ ഇനി ആ ലെവലിലോട്ടാണ് പോവുക. ഇപ്പം ഏകദേശം മനസ്സിലായി. എന്നാൽ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സിനിമയുടെ കഥയിലോട്ടൊന്ന് എത്തിക്കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. സിറ്റിയിൽ നടക്കുന്ന വലിയൊരു പാർട്ടി, അതും ഒരു അവാർഡ് ഫംഗ്ഷൻ. നാട്ടിലെ പല കോണിൽ നിന്നുള്ള ഇൻഷുറൻസ് കമ്പനികളാണ് ഈ പാർട്ടി നടത്തുന്നത്. ഇതാണ് മിക്കി. പുള്ളിക്കാരനും ഒരു ഇൻഷുറൻസ് ഏജൻ്റാണ്. പക്ഷെ ഫിനാൻഷ്യലി മുങ്ങിപ്പോവാറായ ഒരു കപ്പലിനുടമയാണ് സാക്ഷാൽ മിക്കി. അതായത് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുണ്ട് അങ്ങേർക്ക്. മിക്കിക്കും ചെറിയൊരു അവാർഡുണ്ട്. അതിനെ വേണമെങ്കിൽ പ്രോത്സാഹന സമ്മാനം എന്ന് വിളിക്കാൻ പറ്റും. ആളുകൾ പോളിസി എടുക്കാൻ വേണ്ടി ഇവൻ കാണിക്കുന്ന പ്രധാന ബുദ്ധിയാണ് നെഗറ്റിവിറ്റി. ഇവന്റെ തൊട്ടടുത്ത് വെക്കേഷന് വന്നിരിക്കുന്ന 2 ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ ഹണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങേരങ്ങ് കയറി ചെല്ലുന്നു. സമയം എത്രയായി എന്നും ചോദിച്ചുകൊണ്ട്. പിന്നെ അവിടെ ഗംഭീര ക്യാൻവാസിംഗ് ആണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. നിങ്ങൾ ഹണ്ടിങ്ങിന് വന്നതാവൂലേ? പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇതേപോലെ ഹണ്ടിങ്ങിന് പോയതാ. പക്ഷെ അവൻ വെച്ച വെടി ഉന്നം മാറി അവൻ്റെ മേലെന്നെ കൊണ്ടു. പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റൽ ബില്ല്, അത് ഇത് എന്ന് വേണ്ട സകലമാന ചെലവും വന്നു. വല്ല ലൈബിലിറ്റി കവറേജോ ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടാ? ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതൊക്കെ കേട്ടാ ആരാണ് ഇമ്പ്രസ് ആവുക? ഉള്ള മൂടങ്ങ് പോയി കിട്ടും. അങ്ങനെ രാത്രിയായി. അവാർഡ് ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് പീറ്റർ ഫിൽ. പുള്ളിക്കാരനാണ് പ്രധാന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ദേ ഇവനാണ് ബോബ്. ഇവൻ വരുന്നു, ഒരു ഡ്രിങ്ക് എടുക്കുന്നു. അപ്പോഴാണ് മിക്കിയെ കാണുന്നത്. മിക്കിക്കാണെങ്കിൽ അവാർഡ് മാത്രമല്ല, ഒരു സെമിനാറും കൂടെ ഉണ്ടായിരുന്നു. ആ സെമിനാറൊക്കെ കണ്ട് ബോബാണെങ്കിൽ പക്ക ഇംപ്രസ്ഡ്. സോ അവനെ പരിചയപ്പെടുന്നു, ഡ്രിങ്ക് എടുക്കുന്നു, പോകുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ കാശ് അങ്ങ് മിസ്സാവുന്നത്. അതെടുത്തു കൊടുക്കാനായിട്ട് മിക്കി ശ്രമിക്കുന്നുണ്ടേലും അത് നടക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ദേ ഇവരാ. ഈ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷൊക്കെ തീർന്നു. ഇവൾക്കാണെങ്കിൽ കുടിക്കാൻ വേണം. ഹലോ സർ, ഏതായാലും മിസ്സായതല്ലേ, അത് വെച്ച് നമുക്കൊന്ന് അർമാദിച്ചൂടെ എന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോഴാണ് മിക്കിക്കൊരു ബുദ്ധി തോന്നുന്നത്. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ വക ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാം. എന്നാൽ കഷ്ടകാലത്തിന് അവൾ കുടിച്ചതൽപ്പം കൂടിപ്പോയി. ബോധമെന്ന് പറയുന്ന സാധനം ഏഹേ. അതുമാത്രമല്ല, ചില പ്രത്യേക നിമിഷങ്ങളാൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോകുന്നു. അവൾക്ക് ബോധമില്ലാതെ മിക്കിയുമായിട്ട് അങ്ങ് സെക്സിലേർപ്പെടുന്നു. അവനാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ രാവിലെയായി. അപ്പോഴാണ് മിക്കി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവൻ്റെ വോളറ്റ്, ക്രെഡിറ്റ് കാർഡ്, ക്യാഷ് എന്ന് വേണ്ട സകലതും ലെവൽ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് അവൾ മിക്കീനെ പരിചയപ്പെടുന്നതും ഓസ്കാർ പെർഫോമൻസ് കാഴ്ചവെച്ചതും. അടപ്പടലം പാളിയിരിക്കുന്ന മിക്കിക്ക് മറ്റൊരു പണി. വോളറ്റ് മോഷണം പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് താമസിച്ച ഹോട്ടലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നത്. അതുമാത്രമല്ല, എന്തോ ഭാഗ്യത്തിന് ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഫയൽ ഹോട്ടലേറെ കയ്യിലുണ്ട്. സോ അത് വെച്ച് പേ ചെയ്യാൻ പറ്റും. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? തിരിച്ചു പോവാൻ 5 കാശില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബ് അങ്ങോട്ട് വരുന്നത്. അവൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. മിക്കി, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് പുതിയ ജോലി കിട്ടി, അതും ഫിൽ പീറ്ററിൻ്റെ കമ്പനിയിൽ. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. അത്രയും വലിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്ന ഒരാളാണ് സാക്ഷാൽ ഫിൽ പീറ്റർ. അവൻ്റെ ഒപ്പം ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സംഭവം വേറൊന്നുമില്ല, ചെറിയൊരു അസൂയ.
അങ്ങനെ ഈ സമയത്താണ് ബോബ് ഒരു കാര്യം പറയുന്നത്. നീ ഇത് വെച്ചോ, പറ്റുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞ് ക്യാഷ് കൊടുത്തിട്ടാണ് ബോബ് അവിടുന്ന് പോകുന്നത്. എന്തായാലും ഇതോടുകൂടെ മിക്കി പക്ക ഇംപ്രസ്ഡ് ആവുന്നു. പിന്നെ അവനൊന്നും നോക്കിയില്ല, വേഗം തന്നെ ബോബിനെ പിടിച്ചു നിർത്തുന്നു. ഒരു ഹയറിംഗ് ഓപ്ഷൻ അങ്ങ് കൊടുക്കുന്നു. ഈ ബോബിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഫിൽ പീറ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വളരെ കുറവായിരിക്കും. ബോബ്, നിന്റെ കമ്മീഷൻ ഞാൻ മുഴുവനായിട്ടും തരാം. എന്റെ കമ്പനി ഭയങ്കര വലുതാ, എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിന്നെ ഹയർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ടേക്ക് ബോബ് ആ ഓഫർ അങ്ങ് സ്വീകരിക്കുന്നു. അത്രയും അധികം കമ്മീഷനാണ് പുള്ളിക്കാരൻ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ മുങ്ങാൻ പോകുന്ന കപ്പലിലോട്ട് അവൻ ബോബിനെയും പിടിച്ചിട്ടു. ഇനി അയാളുടെ ലൈഫ് എന്തായി തീരുമെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ബോബ് മിക്കിയുടെ നാട്ടിലെത്തി. എവിടെയാണ് ഓഫീസ് എന്നൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മിക്കി പലതും പറഞ്ഞൊഴിയുന്നു. പുള്ളിക്കാരൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത്രയും ലോ ലെവൽ സെറ്റപ്പാ. ഇപ്പം തന്നെ കാണിച്ചു കൊടുത്ത ബോബ് കൂടും കുടുക്കിയെടുത്ത് സ്ഥലം വിടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബോബ് വന്ന പാട് അവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാങ്ക് റിച്ചി എന്ന് പറയുന്ന ഒരാൾ, പുള്ളിക്കാരനൊരു ട്രക്ക് ഡ്രൈവറാണ്. ഈ ഫ്രാങ്കിൻ്റെ അയൽവാസിയായ ഗാർവി അല്പം റിച്ചാണ്. അവനെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കുക, അതാണ് ബോബിൻ്റെ പ്രധാന ലക്ഷ്യം. അയാൾ എടുക്കോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഫ്രാങ്കിന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് ചിലപ്പോ ഗാർവി പോളിസി എടുത്തേക്കാം. അങ്ങനെ ബോബിയും മിക്കിയും കൂടെ ഫ്രാങ്കിനെ കാണാൻ പോകുന്നു. ഇതാണ് സാക്ഷാൽ ഫ്രാങ്ക് റിച്ചി. ഇനി ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ഗാർവിനെ കുറിച്ച് പറയാം. ഈ ഗാർവി ഒരു റിട്ടയർഡ് ഫാർമറാണ്. പുള്ളിക്കാരന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങേർക്ക് ഓർമ്മക്കുറവുണ്ടാവും. ഓൾറെഡി ഫ്രാങ്കും ബോബിയും കൂടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം ഗാർവിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങേർക്ക് അതൊന്നും ഓർമ്മയില്ല. ഈ ഗാർവിയാണെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീടിനകത്ത് സകലമാന ആക്രി സാധനങ്ങളും ഉണ്ട്. ഗാർവിയുടെ ലൈഫിൽ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അവൻ വളർത്തുന്ന പീറ്റ് എന്ന പട്ടി. അങ്ങനെ ഇൻഷുറൻസ് എടുപ്പിക്കാനുള്ള ക്യാൻവാസിങ് ആരംഭിച്ചു. സാറെങ്ങാനും നടന്നു പോകുമ്പോൾ വഴിക്ക് വീണെന്ന് വിചാരിക്കുക, തല പൊട്ടിയെന്ന് വിചാരിക്കുക, അപ്പം പിന്നെ ഹോസ്പിറ്റൽ ബില്ല് എത്രയാവൂന്ന് ഞാൻ പറയണ്ടല്ലോ. ഇനി അതല്ല, സാറിൻ്റെ പട്ടി വല്ലവനെയും പോയിട്ട് കടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങേർക്ക് ക്യാഷ് കൊടുത്ത് ഒഴിവാക്കണ്ടേ? അപ്പോൾ ഒരു ലയബിലിറ്റി പോളിസി എടുക്കുന്നതിൽ ഒരു കുറവും വരില്ല. ഇത് കേട്ട് ക്യാഷ് യൂഷ്വൽ വേണ്ടാന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കുന്നു. ഇത്രയും വലിയ നെഗറ്റിവിറ്റിയൊക്കെ അടിച്ചാൽ ആരാണ് പോളിസി എടുക്കുക? അങ്ങനെ മിക്കി തൻ്റെ വൈഫിനെ കാണാൻ പോകുന്നു. അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. മിക്കിയുടെ അവസ്ഥ അറിയാലോ, പൊട്ടി പാളീസായിട്ടാണ് ഇരിക്കുന്നത്. ഫിനാൻഷ്യലി അത്രയും ഡൗൺ ആണ്. സോ കുറച്ച് ക്യാഷ് കടം വാങ്ങാനാണ് പുള്ളിക്കാരൻ പോയിട്ടുള്ളത്. എന്നാൽ യാതൊരു കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ മുങ്ങി കപ്പലങ്ങ് കാണിക്കുന്നത്. അവിടെ കോഫി ഉണ്ടാക്കാൻ പാല് വാങ്ങാനുള്ള ക്യാഷ് പോലുമില്ല. ദേ, ഇവരാണ് കാർല. ഈ കമ്പനിയുടെ സെക്രട്ടറി ആണെന്നും പറഞ്ഞാണ് കാർലേനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സാലറി എന്ന് പറയുന്ന സാധനം അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നാൽ റിസൈൻ ചെയ്യാൻ സമ്മതിക്കോ? അതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ കണ്ട ഗാർവി ഇങ്ങോട്ട് വിളിക്കുന്നത്, അതും ഇൻഷുറൻസ് വേണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ബോബ് അറിയാണ്ട് ഗാർവിനെ കാണാൻ പോകുന്നു. ബോബ് എങ്ങാനും പറഞ്ഞാൽ കമ്മീഷൻ കട്ടാവുമല്ലോ. അല്ല ഗാർവി, ഇപ്പം എന്താ പോളിസി എടുക്കാൻ കാരണം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ TV വർക്ക് ചെയ്യുന്നില്ല. പോളിസി ഉണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് തരുമല്ലോ. സാറേ, അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുകയുള്ളൂ. അറിയാടോ. അല്ല, ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ്? മാസത്തിലൊരു $100 അടക്കണം. ഇത് കേട്ടേക്കൊരു ജാറ് നിറച്ച് ചില്ലറ കാശാണ് അങ്ങേർക്ക് കൊടുക്കുന്നത്. ഗാർവിയുടെ കയ്യിൽ അതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള പ്രൊസീജിയറിന് ചെക്കാണ് വേണ്ടത്. ഇയാൾക്കാണെങ്കിൽ ബിസിനസ് ചെക്ക് മാത്രമേ ഉള്ളൂ, അതും ഒരു ഫാം ബിസിനസിന്റെ പേരിൽ. അതിനകത്താണെങ്കിൽ പൈസയില്ല. സോ ഈ ചില്ലറ പൈസ ബാങ്കിൽ ഇട്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മിക്കി ഗാർവി പറഞ്ഞ അനുസരിച്ച് അയാളുടെ TV അങ്ങ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് പ്ലഗ് കുത്തിയാൽ മതി, അല്ലാണ്ട് വേറെ റിപ്പയർ ഒന്നുമില്ല. ഈ ഓർമ്മക്കുറവിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതൊന്നും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് മിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഈ സമയത്താണ് ഒരു വയലിൻ മേക്കർ അങ്ങോട്ടെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, ഏതോ ഒരു വയലിനെ കുറിച്ച് എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് ഡാൽ. അങ്ങനെ ഡാൽ ഹാളിലിരിക്കുന്നൊരു വയലിൻ എടുക്കുന്നു. അതും ഒരു പഴകിയ വയലിൻ. അത് സെറ്റാക്കി എടുക്കാൻ തന്നെ കുറേ കഷ്ടപ്പെടണം. അത്രയും അധികം ഡാമേജ് ഉണ്ട് അതിന്. എന്തിന്, സ്ട്രിങ്സ് അടക്കം പൊട്ടിയിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഈ വയലിനൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മിക്കിക്ക് മനസ്സിലാവുന്നില്ല. ഇയാളാണെങ്കിൽ വയലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മിക്കിയോടും. സർ, ഞാനല്ല ഗാർവി എന്നും പറഞ്ഞ് ഗാർവിനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ. ചില സമയങ്ങളിൽ പുള്ളിക്കാരന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ചില സമയങ്ങളിലാണെങ്കിൽ ഒടുക്ക തുറക്കവും. അങ്ങനെ ഡാൽ, ഞാൻ ഉടനെ വിവരങ്ങളെല്ലാം അറിയിക്കാമെന്നും പറഞ്ഞ് അങ്ങ് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. TV കേടായെന്നും പറഞ്ഞ് ഗാർവി മിക്കീനെ പിന്നെയും വിളിച്ചു വരുത്തുന്നു. ചെന്നില്ലെങ്കിൽ പോളിസി എല്ലാം വേണ്ടാന്ന് വെക്കും ഗാർവി. അപ്പം പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ പോകുന്നു. അപ്പോഴാണ് ഡാൽ അയച്ചൊരു ലെറ്റർ കിട്ടുന്നത്.
അതും ഗാർവിയുടെ കൈവശിരിക്കുന്ന വയലിന്റെ പേരും പറഞ്ഞിട്ട്. ആ ലെറ്റർ പ്രകാരം ആ വയലിന് ഡാൽ ഇട്ടിരിക്കുന്ന വില $25,000. അത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഒരു സാധാരണ മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്, അതും നശിച്ചില്ലാണ്ടായിട്ടിരിക്കുന്ന ഒരു വയലിന് ഇത്രയും ക്യാഷ് കൊടുക്കാന്ന് പറയുമ്പോൾ അവന് വിശ്വസിക്കാനാവുന്നില്ല. ഗാർവി, നിന്റെ വയലിന് ഇത്രയും ക്യാഷ് ഉണ്ടാ? ഇത് കേട്ടേക്ക് അങ്ങേര് ചോദിക്കുന്നത് ഏത് വയലിൻ, എന്ത് വയലിൻ എന്നൊക്കെയാണ്. അതായത് അങ്ങനൊരു സാധനം തൻ്റെ കയ്യിലുള്ളതായിട്ട് ഒരു ഓർമ്മയില്ല. ഇത് മനസ്സിലാക്കിയ മിക്കി ഒരു കളി അങ്ങ് കളിക്കുന്നു. അവൻ ആ വയലിൻ സ്വന്താക്കാൻ കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടാൻ പോകുന്നത് $25,000. ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന മിക്കി അത് വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ സമയത്താണ് ഗാർവി ആ വയലിൻ അങ്ങ് കാണുന്നത്. ഇത് കണ്ടേക്ക് മിക്കി പറയാണ്, ആ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെയുണ്ടാ? എൻ്റെ സ്റ്റെപ്സ് എന്നാണെങ്കിൽ കുറേ കാലമായിട്ട് പറയാൻ ഒരു വയലിൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഞാനൊരു $10 തരാം, ഈ സാധനം എനിക്ക് തരുമോ? അതിനെന്താ, എടുക്കാലോ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ചില്ലറ പൈസ ബാങ്കിലിടാൻ നീ എന്നെ സഹായിക്കണം. ഇത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ഡബിളൊക്കെ. ഒന്ന് ബാങ്ക് വരെ പോയാലെന്താ, കയ്യിലേക്ക് വരാൻ പോകുന്ന അത്രയും അധികം പൈസയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിക്കി തൻ്റെ വൈഫുമായിട്ട് ഒരു വിധത്തിലൊന്ന് പാച്ചപ്പ് ആവുന്നത്. അങ്ങനെ മിക്കി ഗാർവനെയും കൂട്ടി ചില്ലറ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നു, അതും ഗാർവിയുടെ ബിസിനസ് അക്കൗണ്ടിലോട്ട്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഗാർവി ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങേരുടെ പട്ടിയുണ്ടല്ലോ പീറ്റ്, അത് 24 മണിക്കൂറും ഈ വയലിൻ്റെ മുകളിൽ കടിച്ചുകൊണ്ടാണ്. അങ്ങനെ പോകുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഗാർവി ഒരു കാര്യം പറയുന്നത്. മിക്കി ചിക്കാഗോയിൽ നിന്ന് ഡാൽ എന്ന് പറയുന്ന ഏതൊരുത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കെന്തോ വയലിൻ വേണമെന്നോ ലെറ്റർ അയച്ചിരുന്നുവെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും അയാൾക്ക് ആ വയലിൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആകെ മൂഡ് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മിക്കി വേഗം തന്നെ ഡാലിനെ കാണാൻ പോകുന്നു. പോവാന്ന് മാത്രമല്ല, ആ വയലിനെ കുറിച്ച് പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ടങ്ങ് മനസ്സിലാക്കുന്നു. യാക്കോബ സ്റ്റെയ്നർ എന്ന് പറയുന്ന വലിയൊരു വയലിൻ മേക്കർ ഉണ്ട്. അയാളുടെ സൃഷ്ടികളുടെ കോപ്പികൾക്ക് തന്നെ നല്ല വില കിട്ടും. ഇയാൾ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു വയലിൻ്റെ ഉള്ളിലും ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ ഉണ്ടാവും. ഡാൽ, ഇനി മുതൽ ഡീല് നമ്മൾ തമ്മിലായിരിക്കണം. ഗാർവിക്ക് വയസ്സായി, പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. അല്ല, നമ്മുടെ ഈ സാധനത്തിൻ്റെ ബയ്യർ ആരാ? അത് വലിയൊരു പുള്ളിയാ, അവർക്ക് ഈ ഇൻസ്ട്രുമെൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് $10,000 അഡ്വാൻസ് ആയിട്ട് അങ്ങ് കൊടുക്കുന്നത്. അങ്ങനെ ഈ പൈസയും കൊണ്ട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് തൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എന്നാൽ ഒറ്റയടിക്ക് ഹാപ്പിനെസ് എല്ലാം തകരുന്നു. അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് മറ്റൊരു സ്ത്രീയുമായിട്ട് സെക്സിലേർപ്പെട്ട കാര്യം മിക്കിയുടെ വൈഫ് അറിഞ്ഞു. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കുന്നു. ഇനി എങ്ങനെ തിരിച്ച് വീട്ടിൽ കയറുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ബോബ് കാണാൻ വരുന്നത്, അതും ഓഫീസിലോട്ട്. കാണാൻ വരാമെന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പുള്ളിക്കാരൻ അങ്ങ് പറയുന്നത്. മിക്കി, ഞാൻ ഫ്രാങ്കിനെയും ഗാർവിനെയും കണ്ടിരുന്നു. അവർ ഇൻഷുറൻസ് എടുത്തുവല്ലേ? ആ എടുത്തു, ഞാനത് പറയാൻ മറന്നു. അതിൻ്റെ കമ്മീഷൻ ഉടനെ കിട്ടും, നീ പേടിക്കണ്ട. ഓക്കെ. ആ പിന്നെ മറ്റൊരു കാര്യം, ഗാർവി കുറച്ച് ദിവസത്തിന് നാട്ടിലുണ്ടായിരിക്കില്ല. അവൻ്റെ സിസ്റ്ററിന് എന്തോ വയ്യ, സോ അങ്ങോട്ട് പോവുകയാണ് ആള്. ഇത് കേട്ടേക്കാകെ ഭ്രാന്ത് കയറിയിട്ടാണ് മിക്കി ഇരിക്കുന്നത്. ഗാർവി എങ്ങാനും നാട്ടിൽ നിന്ന് പോയാൽ വയലിൻ അവനക്ക് സ്വന്താക്കാൻ കഴിയില്ല. നാളെയാണ് ഗാർവി പോകുന്നത്, സോ അതിനു മുമ്പായിട്ട് സാധനം അടിച്ചു മാറ്റണം. പിന്നെ മിക്കി വെറുതെ ഇരിക്കുമോ? ഒരു ലോക്കൽ വയലിൻ വാങ്ങുന്നു, എന്നിട്ട് ഗാർവിയുടെ കയ്യിലുള്ള വയലിൻ പോലെ അങ്ങ് ആക്കിയെടുക്കുന്നു. പക്ഷെ അതിനകത്തൊരു ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ വേണമല്ലോ. അതിനായിട്ട് സിഗ്നേച്ചർ പ്രിൻ്റ് എടുക്കുന്നു, അതിനകത്ത് ഒട്ടിച്ചു വെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല പക്ക പെർഫെക്ഷൻ. അങ്ങനെ പിറ്റേ ദിവസമായി. പുള്ളിക്കാരനാണ് ഗാർവിനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വയലിനാണെങ്കിൽ 24 മണിക്കൂറും ആ പരട്ട പട്ടി കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഗാർവി അതങ്ങ് മേളിലോട്ട് വെച്ച് ഭദ്രമാക്കുന്നു. ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മിക്കിക്കൊരു പണി കിട്ടുന്നത്. ഗാർവി ആ വീടിനകത്ത് സെക്യൂരിറ്റി സിസ്റ്റം വെക്കാൻ പോകുന്നു, അതായത് അലാം സിസ്റ്റം. ഇതാണ് റാൻഡി, ഇവനാണ് ഈ സാധനം വെക്കാൻ വന്നിട്ടുള്ളത്. ആരെങ്കിലും പാസ്വേഡ് അടിക്കാണ്ട് വീടിനകത്തോട്ട് കയറിയ അപ്പം തന്നെ അലാം അടിക്കും. അലാം അടിക്കാന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലോട്ട് ഇൻഫർമേഷൻ പോവും. ചുരുക്കി പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വയലും വെച്ച് ഒറിജിനൽ മോഷ്ടിക്കാന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവിടെ റാൻഡി ആണെങ്കിൽ നൈസായിട്ട് അവിടുത്തെ ടൈം പീസൊക്കെ അടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. അത് കണ്ടേക്ക് മിക്കിക്ക് മനസ്സിലായി ലെവൻ അത്ര വെടിപ്പല്ലാന്ന്. അങ്ങനെ പാസ്വേഡും ബാക്കിയുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു, നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. ആ പിന്നെ പട്ടിയുടെ കാര്യം, മിക്കിയുടെ സഹായത്തോടു കൂടെ അവനെ ഭദ്രമായിട്ട് മറ്റൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കി വേഗം തന്നെ ഗാർവിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. എന്നിട്ട് അലാം സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് റാൻഡിയെ വീണ്ടും വിളിപ്പിക്കുന്നു. സാറേ, എന്താണ് പ്രശ്നം? എൻ്റെ പേര് മിക്കി, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എൻ്റെ കുറച്ച് ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഈ വീടിനകത്താണ്, അത് തിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഗാർവിയുടെ പോളിസി കട്ടായി പോവും. ഞാൻ ഗാർവിയുടെ ഫ്രണ്ടാ. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും റാൻഡി അത് തുറന്നു കൊടുക്കുന്നില്ല. ഓണറില്ലാണ്ട് വീടിൻ്റെ അകത്ത് കയറുക എന്ന് പറയുന്നത് ക്രൈം ആണല്ലോ. അത് മാത്രമല്ല, മിക്കീനെ വിശ്വസിക്കാൻ പറ്റുമോ? അവനൊരു കള്ളനാണോ? ഒന്നും അറിയില്ല.
ഈ സമയത്താണ് മിക്കി അങ്ങോട്ടൊരു കാര്യം പറയുന്നത്. ഡാ മോനെ, നീ വല്ലാണ്ട് നല്ല പിള്ള ചമയല്ലേ? നീ ആ ടൈം പീസ് മോഷ്ടിക്കാൻ നോക്കുന്നത് ഞാൻ കണ്ടു. ഞാനിപ്പോൾ പോലീസിനെ വിളിച്ചാൽ അവർ വരും, നിന്റെ ഫിംഗർ പ്രിൻ്റ് അങ്ങ് ചെക്ക് ചെയ്യും. സോ പോലീസിനെ വിളിക്കണോ അതോ ഡോർ തുറക്കുന്നോ? ഇത് കേട്ടേക്ക് റാൻഡി പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ ഡോർ അങ്ങ് തുറന്നു കൊടുക്കുന്നു. അലാം സിസ്റ്റം മാനേജ് ചെയ്യുന്നു. അങ്ങനെ മിക്കി വേഗം തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ വയലിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അങ്ങനെ സാധനം കിട്ടി. അപ്പോഴാണ് അടുത്ത വയ്യാവേലി ഫ്രാങ്ക് റിച്ചി. വീടെല്ലാം കറക്റ്റായിട്ട് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനാ ഫ്രാങ്ക് വന്നിരിക്കുന്നത്. അയൽവാസിയാണല്ലോ. പിന്നെ പോരാത്തതിന് ഗാർവിക് ആണെങ്കിൽ ഓർമ്മക്കുറവുണ്ട്. ചിലപ്പോൾ വീടൊക്കെ തുറന്നിട്ടിട്ടാ പുള്ളിക്കാരൻ എങ്ങോട്ടേലും പോവുക. ആ സമയത്ത് ഫ്രാങ്കാണ് അതെല്ലാം ചെക്ക് ചെയ്യാറ്. അല്ല മിക്കി, നീ എന്തിവിടെ? ഒന്നുമില്ല, എൻ്റെ കുറച്ച് പേപ്പർ വർക്ക് എടുക്കാമെന്നതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രാങ്ക് അവൻ്റെ കയ്യിലെ ബാഗ് കാണുന്നത്. അത് കണ്ടേക്ക് ഇങ്ങേർക്ക് എന്തോ പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല, പോലീസിനെ വിളിക്കാൻ നിൽക്കുന്നു. വേണ്ട വേണ്ടാന്നൊരു 1000 പ്രാവശ്യം പറയാണ് റാൻഡിയും മിക്കിയും കൂടെ. പക്ഷെ ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയ റാൻഡി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചുറ്റികയെടുക്കുന്നു, ഫ്രാങ്കിൻ്റെ തലയ്ക്കങ്ങടിക്കുന്നു. അതും അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു. പോലീസിനെ വിളിക്കണ്ടെന്ന് കുറെ പ്രാവശ്യയിലൂടെ പറയണ്, ഒന്ന് കേട്ടാലെന്താ എന്നൊക്കെ പറഞ്ഞ് അടിച്ചടിച്ച് അവനെ അങ്ങ് കൊല്ലുന്നു. ഒരു സൈക്കോയെ പോലെയാണ് റാൻഡി പെരുമാറുന്നത്. ഇതൊക്കെ കണ്ടിട്ടാകെ കിളി പറന്നിട്ടാണ് മിക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇപ്പം ഇതാ ഒരു കൊലപാതക കേസും കൂടെ. മിക്കി, എനിക്കറിയാം നീ ഇവിടെ വന്നത് പേപ്പർ വർക്കിനല്ല, ഈ സാധനം മോഷ്ടിക്കാനാണ്. അപ്പോഴാണ് കൊലപാതകം നടന്നിട്ടുള്ളതും. വിച്ച് മീൻസ് നീയും എന്നെപ്പോലെ ഗിൽട്ടിയാണ്. അതുകൊണ്ട് പുറത്താരും ഇതറിയാൻ പാടില്ല എന്നും പറഞ്ഞ് അവിടെയുള്ളൊരു ക്യാമറക്കകത്ത് മിക്കിയുടെ ഒരു ഫോട്ടോ അങ്ങ് എടുക്കുന്നു. ഈ ഫോട്ടോ തെളിവായിട്ടുള്ളിടത്തോളം കാലം മിക്കി അവൻ പറയുന്നതെല്ലാം കേൾക്കും. റാൻഡി ആണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവനക്ക് തന്നെ ധാരണയില്ല. ഇതെങ്ങാനും പുറത്തറിഞ്ഞ ഞാൻ പിന്നെയും ജയിലിൽ പോവുമല്ലോ എന്നൊക്കെയാണ് റാൻഡി പറയുന്നത്. അപ്പോഴാണ് റാൻഡി പണ്ട് ജയിലിലായിരുന്നുവെന്ന് മിക്കി മനസ്സിലാക്കുന്നത്. അങ്ങനെ റാൻഡി പറയാണ്, നമുക്ക് ഈ സ്ഥലം കത്തിച്ചാലോ? ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ആർസൺ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് മിക്കിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ട് വീടിന് തീ വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇത് കേട്ടപാട് റാൻഡി പറയാണ്, എന്നാ പിന്നെ ഇവനെ നമുക്ക് ഏതെങ്കിലും ലേക്കിൽ കൊണ്ടുപോയിട്ട് തള്ളാം. മെയ് വരെ എന്തായാലും തണുപ്പായിരിക്കും, ഐസായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ശവം നശിച്ചില്ലാണ്ടായിക്കോളും. ഇവിടെ മിക്കിയാണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ കൂടെ നിൽക്കാന്നല്ലാണ്ട് അങ്ങേർക്ക് വേറെ ഓപ്ഷനില്ല. ഇവിടെ അലാം സിസ്റ്റത്തിന്റെ പാസ്വേഡും ബാക്കിയുള്ള കാര്യങ്ങളും അറിയുന്നത് സാക്ഷാൽ റാൻഡിക്കാണ്. അതുകൊണ്ട് തന്നെ അവനായിരിക്കും ആദ്യത്തെ സസ്പെക്ട്. പക്ഷെ റാൻഡി അങ്ങനെ ഒറ്റയ്ക്ക് പോകത്തില്ല, കൂടെ മിക്കീനെയും കൊണ്ടുപോകും. ചുരുക്കി പറഞ്ഞ ഫോട്ടോ തിരിച്ച് കിട്ടുന്നതുവരെ റാൻഡിയെ സഹായിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 2 പേരും ചേർന്ന് അവിടെയുള്ള ചോര മൊത്തം വൃത്തിയാക്കുന്നു. എന്നിട്ട് റാൻഡിയുടെ കയ്യിലെ ടെന്റ് കൊണ്ട് ഫ്രാങ്കിനെ റാപ്പ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അതും റാൻഡിയുടെ വാനിലോട്ട്. എന്നാൽ പോകുന്നതിന് മുമ്പ് ആ വയലിനും ടൈം പീസും അവൻ എടുത്തു വെക്കുന്നു. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചാൽ മാത്രമേ അവൻ ആ വയലിൻ തിരിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ അവർ ലേക്കിലോട്ട് പോകുന്നു. എന്നാൽ അവിടെ ആരൊക്കെയോ ഉണ്ട്. സോ അവർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. അതും തൊട്ടടുത്തുള്ള കഫേയിൽ. അവിടെയുള്ളൊരു ഇറച്ചിവെട്ടുകാരൻക്കാണെങ്കിൽ മിക്കിയെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവൻ അത്രയും ഭയത്തിലാണ് നിൽക്കുന്നത്. അല്ല മിക്കി, ഈ ഫ്രാങ്കിനെ തേടി ആരെങ്കിലും വരുമോ? അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പുള്ളിക്കാരനൊരു ട്രക്ക് ഡ്രൈവറാണ്. സോ മിക്ക സമയവും അവൻ പുറത്തായിരിക്കും. അത് മാത്രമല്ല, എൻ്റെ അറിവിൽ അവൻക്ക് അങ്ങനെ ഫാമിലി ഒന്നുമില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അവർ വീണ്ടും ലേക്കിലോട്ട് പോകുന്നു. ലേക്കാണെങ്കിൽ മൊത്തം ഐസായിട്ടാണ് ഇരിക്കുന്നത്. അത് അലിയിപ്പിച്ചിട്ട് വേണം ഇങ്ങേരുടെ ബോഡി ഡംപ് ചെയ്യാനായിട്ട്. അങ്ങനെ അതിനു വേണ്ടി തീയുണ്ടാക്കുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് അവർക്ക് അലിയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും അത്രയും വലിയ ബോഡി കയറത്തില്ല. അപ്പം പിന്നെ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ഫ്രാങ്കിൻ്റെ ബോഡി കഷ്ണങ്ങളാക്കുക. അങ്ങനെ റാൻഡി ഒരു ഡ്രില്ലർ കൊണ്ട് അങ്ങ് കഷ്ണങ്ങളാക്കാൻ ആരംഭിക്കുകയാണ്. ഇതൊന്നും കണ്ടു നിൽക്കാൻ മിക്കീനെ കൊണ്ടാവുന്നില്ല. അങ്ങേർക്കിതൊക്കെ കണ്ട് ഛർദ്ദിക്കാനാണ് വരുന്നത്. അതാണെങ്കിൽ ഒരു ക്രൈം സീനും. അവിടെ എങ്ങാനും ഛർദ്ദിച്ച DNA, തേങ്ങ, മാങ്ങ എന്നും പറഞ്ഞ് പോലീസുകാർക്ക് ഈസിയായിട്ട് തെളിയിക്കാൻ പറ്റും. സോ റാൻഡി അവനെ അങ്ങ് ലേക്കിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഒറ്റയ്ക്കാണ് അതെല്ലാം കഷ്ണങ്ങളാക്കി ലേക്കിലോട്ടിടുന്നത്. അങ്ങനെ റാൻഡി പറയാണ്, ഇനി മുതൽ നിന്റെ വാ തുറക്കാൻ പാടില്ല. നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. റാൻഡി മിക്കിയെ കാണാൻ വരുന്നു. ഇത്രയും വലിയ മേർഡർ ചെയ്തിട്ട് അതിൻ്റെ യാതൊരു കൂസലുമില്ല അങ്ങേർക്ക്. പുള്ളിക്കാരൻ നൈസായിട്ട് ഐസ്ക്രീമും തിന്ന് നോർമലായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ റാൻഡി മിക്കിയോട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുന്നു. അതും ഏകദേശം $5000. അത്രയും അധികം പൈസയൊന്നും ഇപ്പം അങ്ങേരുടെ കയ്യിലില്ല.
ഈ പൈസ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. റാൻഡിയുടെ വണ്ടിയിലാണ് ഫ്രാങ്കിന്റെ ബോഡി കൊണ്ടുപോയിട്ടുള്ളത്. സോ അവന്റെ വണ്ടിക്കകത്ത് ആകെ ചോരയാണ്. അത് മാത്രമല്ല, സ്വന്തം ടെന്റിനകത്താണ് ബോഡി റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വണ്ടി വൃത്തിയാക്കാനും പുതിയ ടെന്റ് വാങ്ങാനുമാണ് പുള്ളിക്കാരൻ പൈസ ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങേരുടെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. മിക്കി, മൺഡേ വരെ ഞാൻ സമയം തരും, അതിനകം പൈസ കിട്ടിയില്ലെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവാന്ന് ഞാൻ പറയണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. അങ്ങനെ മിക്കി കാശ് ഉണ്ടാക്കാനുള്ള നെറ്റോട്ടത്തിലാണ്. വൈഫിൻ്റെ അടുത്ത് പോകുന്നു, ക്യാഷ് കടം ചോദിക്കുന്നു, കാറ് വിൽക്കാൻ ശ്രമിക്കുന്നു, എന്ന് വേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു. പക്ഷെ യാതൊരു കാര്യമില്ല. ഈ സമയത്താണ് തൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടിത്തരാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവനെയും പറ്റിച്ച് കാർഡും വോളറ്റും അടിച്ചുകൊണ്ട് പോയ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി നല്ലവണ്ണം ചെലവാക്കിയിട്ടുണ്ട്, അതും ഇതേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. സോ ലിമിറ്റ് കൂട്ടാനുള്ള പ്ലാനും പാളി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ തിങ്കളാഴ്ചയായി. റാൻഡി പറഞ്ഞതുപോലെ മിക്കീനെ കാണാൻ വന്നു. പൈസ ഇല്ലാന്നറിഞ്ഞ പാട് അങ്ങേരാണെങ്കിൽ വൈലൻ്റ് ആവുന്നു. അപ്പോഴാണ് ഇങ്ങേര് രണ്ടും കൽപ്പിച്ച് ഇവനൊന്ന് തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി അതങ്ങ് പറയുന്നത്. റാൻഡി, നീ ആ വയലിൻ വിറ്റേക്ക്. അത് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം $25,000 കിട്ടും. ഇത് സത്യം തന്നെയാണല്ലോ അല്ലേ? ഇനി അഥവാ അല്ലെങ്കിൽ അറിയാലോ എന്നെ. എടോ, എനിക്കൊരു ഗുണമില്ലാണ്ട് ഞാൻ ആ സാധനം കട്ടുകൊണ്ട് വരുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ കേട്ടേക്ക് തൽക്കാലം റാൻഡി ഒന്ന് അടങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബ് മിക്കീനെ കാണാൻ വരുന്നത്. അതും ഞെട്ടിക്കുന്നൊരു വാർത്തയുമായിട്ട്. മിക്കി, ഒരു കാര്യം പറയാണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഫാക്സ് വന്നത്. ഏതോ ഡാലാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ പറയുന്ന അനുസരിച്ച് ഏതോ വയലിനോ ഗിറ്റാറോ അങ്ങനെ എന്തോ ഒന്ന് ഗാർവിയുടെ കയ്യിലുണ്ട്. അതും 1 മില്യൺ വെറുത്ത് വരുന്ന ഒരു ഗംഭീര വയലിൻ. അത് കേട്ടേക്ക് കിളി പറന്നിട്ടാണ് മിക്കി നിൽക്കുന്നത്. അത്രയും പൈസയുടെ സാധനമാണ് വെറും 25,000-ന് വിൽക്കാൻ വേണ്ടി റാൻഡിയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുള്ളത്. എന്നാൽ ഈ സമയത്താണ് ബോബ് മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. അതോടെ കേട്ടേക്ക് പറന്നുപോയ കിളികളുടെ എണ്ണം അങ്ങ് കൂടുന്നു. മിക്കി, നീ പേടിക്കണ്ട. ഈ വയലിൻ്റെ കാര്യം ഞാൻ ഗാർവീനെ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വയലിൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസും കൂടെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടേക്ക് മിക്കി പിന്നെ ഒന്നും നോക്കിയില്ല. വേഗം തന്നെ ഡാലിനെ വിളിച്ചു വരുത്തുന്നു. എടോ എടോ എടോ, താനല്ലേ പറഞ്ഞ് അതിന് 25,000 മാത്രമുള്ളൂന്ന്. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ച്. എന്നാൽ സത്യാവസ്ഥ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ലണ്ടനിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ പറയുന്ന അനുസരിച്ച് ഇത് ജസ്റ്റ് ഒരു കോപ്പിയല്ല, നല്ല പക്ക ഒറിജിനൽ വയലിനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ഗാർവി തിരിച്ചെത്തുന്നത്. അത്രയും വലിയ മാരക സാധനമാണ് തൻ്റെ കയ്യിലിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അയാളത് താഴെ വെക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരനറിയില്ല കയ്യിലിരിക്കുന്നത് നല്ല പക്ക ഡ്യൂപ്ലിക്കേറ്റ് വയലിനാണ്. എന്തായാലും ഇതോടുകൂടെ മിക്കൊരു കാര്യം തീരുമാനിച്ചു. ബോബിനെ ഫയർ ചെയ്യാൻ. അവൻ ആവശ്യമില്ലാണ്ട് ഗാർവിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ മേളിൽ ഇൻഷുറൻസ് അടക്കം എടുത്തു കൊടുത്തു. ഇനി ഇവനെയും കൊണ്ട് നടക്കുന്നത് ഒട്ടും സേഫല്ല. സോ അങ്ങ് ഫയർ ചെയ്യുന്നു. ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഉണ്ടായിരുന്ന ഓഫറും കൂടെ വേണ്ടാന്ന് വെച്ചിട്ടാ മിക്കിയുടെ കൂടെ ഇറങ്ങി തിരിച്ച്. എന്നിട്ടിപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. ബോബ്, ഫിൽ പീറ്ററിന് ഞാനൊരു റെക്കമെൻഡേഷൻ അയച്ചേക്കാം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഗാർവിയുടെ വയലിൻ നോക്കാൻ ഇന്ന് ആരോ വരുന്നുണ്ട്. ഞാനാണ് ഏർപ്പാടാക്കി കൊടുത്തത്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഓടടാ ഓട്ടം. ആ വയലിനെങ്ങാനും ഒറിജിനൽ അല്ലാന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. അങ്ങനെ മിക്കി ഗാർവിയുടെ വീട്ടിലെത്തി. അങ്ങേരാണെങ്കിൽ ആകെ ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ബോബ് ഏർപ്പാടാക്കിയിട്ടുള്ള ആൾ വന്നു, ചെക്ക് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റാന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സോ അയാൾ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഈ വയലിൻ്റെ പേരിൽ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ടുണ്ട്. അതെല്ലാം റീഫണ്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് മിക്കി പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാർവി ഒരു കാര്യം കണ്ടെത്തുന്നത്. ഈ വയലിൻ 24 മണിക്കൂറും പട്ടി കടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ബൈറ്റ് മാർക്ക് ഉണ്ടാവും. എന്നാൽ ഇതിനതൊന്നുമില്ല. അതോടുകൂടെ തൻ്റെ വീട്ടിലാരോ കയറിയിട്ടുണ്ടെന്ന് ഗാർവിക്ക് മനസ്സിലായി. പിന്നെ അങ്ങേര് വെറുതെ ഇരിക്കോ, പോലീസിനെ വിളിക്കുന്നു, കാര്യം പറയുന്നു. അങ്ങനെ പോലീസുകാരെത്തി. ഈ സമയത്താണ് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പട്ടി വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഓടുന്നത്. അതിൻ്റെ പിന്നാലെ പോവാണ് ഗാർവി. സോ വീടിനകത്ത് പോലീസുകാരും മിക്കിയും മാത്രം. അവർ വരുന്നു, മിക്കിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു, കേസെടുക്കുന്നു, പോകുന്നു. ഇതൊന്നും ഗാർവി അറിയുന്നില്ലാട്ടാ. പുള്ളിക്കാരൻ പട്ടിയുടെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ മിക്കിയുടെ നമ്പറാണ് പോലീസുകാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. മിക്കീനെ പോലീസുകാർ വിളിപ്പിക്കുന്നു. അങ്ങനെ മിക്കിയോട് നിനക്കല്ലാണ്ട് ആർക്കൊക്കെയാണ് വീട്ടിലോട്ട് ആക്സസ് ഉള്ളതെന്ന് ചോദിക്കുന്നു. അവൻ അപ്പം തന്നെ ഫ്രാങ്കിൻ്റെ പേരാണ് പറയുന്നത്. സോ പോലീസുകാർ സംശയിക്കുന്നത് സാക്ഷാൽ ഫ്രാങ്ക് റിച്ചീനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാൻഡി മിക്കിയെ കാണാൻ വരുന്നത്. ഇവിടെ ഗാർവിയാണെങ്കിൽ റാൻഡിക്ക് വിളിച്ചിരുന്നു. തൻ്റെ വയലിൻ മോഷണം പോയി, സെക്യൂരിറ്റി സിസ്റ്റം വർക്കായില്ല, അതുകൊണ്ട് റീഫണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എടോ മിക്കി, ആ വയലിൻ മോഷണം പോയ കാര്യം ഗാർവിക്ക് മനസ്സിലായല്ലോ.
പേടിക്കണ്ട, പോലീസുകാർ സംശയിക്കുന്നത് ഫ്രാങ്കിനെയാണ്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ അങ്ങ് വയലൻ്റ് ആവുന്നു. ഇത്രയും കാലം ഫ്രാങ്കിനെ തേടി പോവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ നാട്ടിലുള്ള എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫ്രാങ്കിനെയും തേടിയാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് അധികം സമയമില്ല. എടോ സത്യം പറ, എന്തിനാ എല്ലാവരും ഈ വയലിൻ്റെ പിന്നാലെ നടക്കുന്നത്? അതിൻ്റെ വെറുത്ത് 25,000 തന്നെയാണോ? ഇത് കേട്ടേക്ക് മിക്കി യഥാർത്ഥ സത്യം അങ്ങ് പറയുന്നു. 1 മില്യനാന്ന് കേട്ടേക്ക് പുള്ളിക്കാരന് ഇന്ന് തന്നെ സാധനം വിൽക്കണം. പക്ഷെ എങ്ങനെ വിൽക്കണം, ആർക്ക് വിൽക്കണമെന്നുള്ളത് ഡാലിന് മാത്രമേ അറിയൂ. സോ വേഗം തന്നെ ഡാലിൻ്റെ ഓഫീസിലോട്ട് പോകുന്നു. എന്നിട്ട് ആരും അറിയാണ്ട് അകത്ത് കയറുന്നു ബയ്യറിൻ്റെ നമ്പർ ഒപ്പിക്കാനായിട്ട്. ഓൾറെഡി വയലിൻ കാരണം ആകെ പൊല്ലാപ്പാണ്. ഇനിയിപ്പോൾ ഡാലിനെയും കൂടെ ഇൻക്ലൂഡ് ആക്കണ്ടെന്നും കരുതിയിട്ടാണ് അവൻ അറിയാണ്ട് അവൻ്റെ ഓഫീസിൽ കയറുന്നത്. അങ്ങനെ നമ്പർ കിട്ടുന്നു, വിളിച്ചു നോക്കുന്നു. എന്നാൽ ഈ ബയ്യറാണെങ്കിൽ സ്ഥലത്തില്ല. അയാൾ തിരിച്ചു വരാൻ കുറച്ച് ആഴ്ചകളെടുക്കും. ഈ സമയത്താണ് പോലീസുകാരൻ മിക്കിയെ കാണാൻ വരുന്നത്. അയാൾക്ക് പറയാനുള്ള ഞെട്ടിക്കുന്നൊരു കാര്യമാണ്, ഫ്രാങ്കിനെ അവർ കണ്ടെത്തി. പക്ഷെ അതാ ലേക്കിന്നല്ല, ഒരു സെമിത്തേരിന്നാണ്. അതും 12 വർഷം പഴക്കമുള്ളൊരു ബോഡി. അതുമാത്രമല്ല, ഗാർവിയുടെ അയൽവാസിയായ ഫ്രാങ്ക് റിച്ചിയുടെ ലീസ് എഗ്രിമെൻറ്റ് പോലീസുകാർ ചെക്ക് ചെയ്തു. അത് പ്രകാരമുള്ള ഫ്രാങ്ക് റിച്ചീനെയാണ് പോലീസുകാർ സെമിത്തേരിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇത്രയും കാലം ഫ്രാങ്ക് എന്ന വ്യാജ പേരിൽ താമസിച്ചിരുന്ന ഒരാളെയാണ് റാൻഡി കൊന്നതും ലേക്കിനകത്ത് കൊണ്ടിട്ടതും. അപ്പം ഇത്രയും കാലം ഒരു വ്യാജ പേരിൽ ഇവിടെ താമസിക്കാൻ എന്താണ് കാരണം? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടാ. പോലീസുകാർക്ക് മനസ്സിലായി ഏതോ ക്രിമിനലാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന്. സോ ഒരിക്കലും കേസ് ഇവരുടെ നേർക്ക് പോവില്ല, അതുറപ്പാ. എന്നാൽ അപ്പോഴാണ് ഒരു വമ്പൻ പണിയങ്ങ് കിട്ടുന്നത്. ഐസായിട്ട് കിടക്കുന്ന ലേക്ക് അലിയാൻ ആരംഭിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ സമയം കിട്ടിയാൽ മാത്രമേ ആ ബോഡി പൂർണ്ണമായിട്ടും നശിക്കുകയുള്ളൂ. ഈ ഐസെങ്ങാനും പെട്ടെന്ന് ഉരുകി തീർന്നാൽ ഫ്രാങ്കിൻ്റെ ബോഡി മുകളിലെത്തും, എല്ലാം കയ്യിൽ നിന്ന് പോവും. റാൻഡി ആണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങേർക്ക് എത്രയും പെട്ടെന്ന് ഈ ടൗണിൽ നിന്ന് പുറത്തു പോകണം. അതിന് ക്യാഷ് വേണം. ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ബയ്യർ നാട്ടിലെത്തണം. ചുരുക്കി പറഞ്ഞാൽ ആകെ പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. മിക്കിയാണേലോ ആരോടും സംസാരിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. പുള്ളിക്കാരനാകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ഒരു ഫാക്സ് വരുന്നത്. വയലിൻ്റെ മേളിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കോമ്പൻസേഷൻ ഗാർവിക്ക് പാസ്സായിട്ടുണ്ട്. അതും $12,00,000. അങ്ങനെ മിക്കി ഈ പൈസയുടെ കാര്യം ഗാർവിനെ അറിയിക്കുന്നു. അത്രയും അധികം കാശാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ ഗാർവി ഹാപ്പിയല്ല. ഒന്നാമത് അവൻ്റെ വയലിൻ, രണ്ടാമത് അവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ട പട്ടി. ഇവിടെ രണ്ടും മിസ്സിംഗ് ആണ്. അങ്ങനെ മിക്കി ബയ്യറിനെ വിളിച്ചു നോക്കുന്നു, അതും ഫ്രാങ്ക് റിച്ചിയുടെ പേരിൽ. ഈ വയലിൻ വിൽക്കുന്നതും വാങ്ങുന്നതും ഇപ്പം ഭയങ്കര റിസ്ക്കാണ്. ഈ വയലിൻ കാണാനില്ലാന്നും പറഞ്ഞാണ് പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മിക്കിയുടെ പേര് ഇതിൽ വരുന്നത് റിസ്ക് ആണല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാലം വ്യാജ പേരിൽ താമസിച്ച ഫ്രാങ്ക് റിച്ചിയുടെ പേരിലങ്ങ് വിളിക്കുന്നത്. അതാവുമ്പോൾ അന്വേഷണം അങ്ങോട്ടേ പോവുള്ളൂ. ബയ്യറാണെങ്കിൽ നാളത്തെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ മിക്കി, റാൻഡി 2 പേരും കൂടെ സ്റ്റേഷനിലോട്ട് പോകുന്നു വിത്ത് വയലിൻ. ഈ സമയത്താണ് ഒരാൾ പത്രവും വായിച്ച് തൊട്ടടുത്തിരിക്കുന്നത്. അങ്ങനെ അയാൾ പോകുന്നു. എന്നാൽ ആ പത്രം അവിടെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനകത്തൊരു വാർത്തയുണ്ട്, ലേക്കിൻ്റെ അടിയിൽ നിന്ന് ഏതോ മനുഷ്യൻ്റെ ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാർത്ത കണ്ടേക്ക് 2 പേരും കൂടെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്നു. റാൻഡി ആണെങ്കിൽ വയലിൻ എടുക്കണ്ട, അത് വിട്ടേക്കെന്നൊക്കെയാണ് പറയുന്നത്. ഈ മേഡറുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്ന ഏക കാര്യമാണ് ആ വയലിൻ. അതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒടുക്കത്തെ റിസ്ക്കാണ്. സോ റാൻഡി തീരുമാനിച്ചു, വയലിനും വേണ്ട, പൈസയും വേണ്ട, ഒരു കോപ്പും വേണ്ടാന്ന്. എന്നാൽ ഈ വയലിൻ്റെ ബാഗ് അവരുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചെത്തുന്നു. ഇവർ മറന്നു വെച്ച് പോയതാണെന്നും കരുതി ഒരു സ്ത്രീ അതങ്ങ് തിരിച്ചു കൊടുക്കുന്നു. റാൻഡി ഇനി എന്താ ചെയ്യുക? ഇനിയൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ വയലിൻ അങ്ങ് ഉപേക്ഷിക്കുന്നു. മിക്കി, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞ ഫോട്ടോ മിക്കിയുടെ മുമ്പിലിട്ടങ്ങ് കത്തിക്കുന്നു. അയാൾക്ക് മതിയായി. ഇതും കൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. അങ്ങനെ പിറ്റേ ദിവസമായി മിക്കി ഗാർവിനെ കാണാൻ പോകുന്നു. എന്നാൽ അവിടെ ഗാർവിയില്ല, പകരം ഒരു കപ്പിളാണ്. അത് മാത്രമല്ല, ഈ വീട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ചുറ്റിനും ആക്രി മാത്രം ഉണ്ടായിരുന്ന ഈ വീട് ഒരു നല്ല വീടായിട്ട് മാറിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് മിക്കിയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. സർ, ഇവിടെ താമസിച്ചിരുന്ന ഗാർവി. ഇത് കേട്ടേക്ക് അങ്ങേര് പറയാണ്, എടോ ഞാനാണ് ഗാർവി. കഴിഞ്ഞ 28 വർഷമായിട്ട് ഇത് ഞങ്ങളുടെ വീടാണ്. ചില പ്രത്യേക സിറ്റുവേഷൻ കാരണം കുറച്ചു കാലത്തേക്ക് ഞങ്ങൾക്ക് സിറ്റിയിലേക്കൊന്ന് മാറി താമസിക്കേണ്ടി വന്നു. അല്ല, താനാരാ? ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ അന്തം വിട്ടിരിക്കുകയാണ്. ഗാർവി എന്നും പറഞ്ഞ് ഇത്രയും കാലം മിക്കീനെ പറ്റിച്ച ആള് ആരായിരിക്കും? സോ ഗാർവി ആൻഡ് ഫ്രാങ്ക് റിച്ചി 2 പേരും നല്ല പക്ക ഉടായ്പായിരുന്നു.
ഇനിയാണ് ട്വിസ്റ്റുകൾ ഓരോന്നായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. മിക്കി എത്ര തപ്പിയിട്ടും റാൻഡിയെ കണ്ടെത്താനാവുന്നില്ല. അന്ന് രാത്രി, അതായത് ഫ്രാങ്കിനെ തീർത്തതിന് ശേഷം അവരൊരു കഫേയിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ടാണ് റാൻഡിയെ അന്വേഷിക്കുന്നത്. എന്നാൽ അവർക്കാർക്കും അവനെ അറിയില്ല. അപ്പോഴാണ് മിക്കി ബർഗർ ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. എന്നാൽ അവിടെ അതുമില്ല. ബർഗറോ സ്റ്റേക്കോ ബ്രിസ്ക്കറ്റോ ഒന്നുമില്ലാത്തൊരു കഫേയിൽ അന്ന് രാത്രി എന്തിനായിരിക്കും ഒരിറച്ചിവെട്ടുകാരൻ മീറ്റുമായിട്ട് വന്നിട്ടുണ്ടാവുക? ഇവരെ സംശയത്തോടുകൂടെ നോക്കിയിട്ടുണ്ടാവുക? അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. റാൻഡി, ഫ്രാങ്ക് റിച്ചി, ഗാർവി. ഇവർ 3 പേരും കൂടെ ഉണ്ടാക്കിയെടുത്തൊരു പ്ലാൻ. ഫ്രാങ്കിൻ്റെ തലയ്ക്ക് റാൻഡി അടിച്ചിട്ടുണ്ടെങ്കിലും അത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ഒരു സാധനം ഫ്രാങ്കിൻ്റെ തലയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രാങ്ക് മരിച്ചിട്ടില്ല. വണ്ടി കിടക്കുന്ന ഫ്രാങ്കിനെ മാറ്റാനായിട്ടാണ് അന്ന് രാത്രി അവർ കഫേയിലോട്ട് വന്നത്. അല്ലാണ്ട് ലേക്കിൻ്റെ സൈഡിൽ വേറെ വണ്ടി കണ്ടുകൊണ്ടല്ല. ലേക്കിൻ്റെ സൈഡിൽ വണ്ടി വരാൻ തന്നെ കാരണം റാൻഡിയും ഫ്രാങ്കും ഗാർവിയുമാണ്. അങ്ങനെ കഫേയിലെത്തുന്നു. ഇവരകത്ത് കയറുന്നു. ഫ്രാങ്ക് ആണേലോ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറച്ചിവെട്ടുകാരൻ്റെ സഹായത്തോടുകൂടെ വലിയൊരു മീറ്റ് ആ ടെൻറ്റിനകത്ത് റാപ്പ് ചെയ്യുന്നു. ഈ മീറ്റാണ് കഷ്ണങ്ങളാക്കി ലേക്കിൻ്റെ അടിയിലിട്ടത്. ഇവിടെ മിക്കിക്ക് ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് റാൻഡി തന്നെയാണ് ഇവനെ അവിടുന്ന് പറഞ്ഞു വിട്ട്. അതുകൊണ്ട് കഷ്ണങ്ങളാക്കുന്ന സീനൊന്നും അങ്ങേര് കണ്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഇല്ലാത്ത വയലിൻ്റെ പേരും പറഞ്ഞ് മിക്കീനെ ഹുക്ക് ചെയ്യുന്നു. പിന്നീട് ഫോട്ടോ എടുത്ത് ഒരു വമ്പൻ ബ്ലാക്ക് മെയിലിംഗ്. ഇതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി. ഗാർവിയുടെ കയ്യിലോട്ട് വന്ന 12,50,000 ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി. ഇത് മനസ്സിലാക്കിയ മിക്കി വേഗം തന്നെ ബാങ്കിലോട്ട് പോകുന്നു. ഗാർവിയുടെ ബിസിനസ് അക്കൗണ്ടിലോട്ടാണ് പൈസ വന്നിട്ടുണ്ടാവുക. പക്ഷെ അവിടെയാണ് രണ്ടാമത്തെ ട്വിസ്റ്റ്. ഇവൻ ചില്ലറ പൈസ നിക്ഷേപിച്ചതും ഇൻഷുറൻസ് തുക ട്രാൻസ്ഫർ ചെയ്തതും ഇവന്റെ പേരിലുള്ള മറ്റൊരു അക്കൗണ്ട് ത്രൂ ആണ്. ഇങ്ങനെ ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ ഒരു സ്കാമിനെ കുറിച്ച് മിക്കി പുറത്തറിയിച്ച അതൊരു പ്രശ്നമാണല്ലോ. ഇതാവുമ്പോൾ മിക്കി വാ തുറക്കത്തില്ല. അങ്ങേരുടെ അക്കൗണ്ട് ത്രൂ ആണ് എല്ലാം നടന്നിട്ടുള്ളത്. ഇനിയാണ് മൂന്നാമത്തെ ട്വിസ്റ്റ്. ഇത്രയും വലിയൊരു ദൗത്യം നടപ്പിലാക്കാൻ ഗാർവിക്കും കൂട്ടർക്കും ഫണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ ഫണ്ട് വന്നത് വേറെ എവിടുന്നുമല്ല. അന്ന് രാത്രി മിക്കീനെ പറ്റിച്ച് ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ട് പോയൊരു സ്ത്രീ ഉണ്ടല്ലോ, അത് സാക്ഷാൽ ഗാർവിയുടെ ആളാണ്. ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പ്ലാനും നടപ്പിലാക്കിയിട്ടുള്ളത്. അവളും ഇവരുടെ ആളാണ്. തുടക്കം തൊട്ടേ ഗാർവി ഇവൻ്റെ പിന്നാലെയുണ്ട്. എന്നാൽ ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് ഈ വയലിൻ്റെ മുകളിൽ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്കിയുടെ സിഗ്നേച്ചറിലെ പേപ്പർ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പേപ്പർ സെറ്റാക്കാൻ അവിടെ ജോലി ചെയ്യുന്നവർക്കേ പറ്റത്തുള്ളൂ. അതായത് ബോബിയാണ് എല്ലാ വക ഇൻഷുറൻസും എടുത്തു കൊടുത്ത്. ചുരുക്കി പറഞ്ഞ അവനും ഈ ടീമിനകത്തുണ്ട്. അങ്ങനെ മിക്കി ഇൻഷുറൻസ് ജോലിയെല്ലാം മതിയാക്കി പുതിയൊരു ലൈഫിലോട്ട് മാറുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇവരുടെ ഇടയിലോട്ട് മറ്റേ പത്രവാർത്ത കൊണ്ടുവന്ന ആളുണ്ടല്ലോ, ലേക്കിൻ്റെ അടിയിൽ നിന്ന് ബോഡി പാർട്സ് കിട്ടിയതായിട്ടുള്ള പത്രവാർത്ത, അത് ഇവർക്കായിട്ട് അച്ചടിച്ച ഒരൊറ്റ പേപ്പറാണ്. ആ പേപ്പറും കൊണ്ട് വന്നവൻ ഇവരുടെ ടീമിലുള്ള ആളും. പിന്നെ നമ്മുടെ പീറ്റ് എന്ന പട്ടി. ആ പട്ടീനെ ഡ്രാമയിലോട്ട് കൊണ്ടുവരാൻ തന്നെ കാരണം പോലീസുകാർ വരുന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ്. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഗാർവി എന്ന വ്യാജ പേരിൽ താമസിക്കുന്ന നമ്മുടെ ഗാർവിയെ കാണാൻ പാടില്ല. അതിനാണ് ഈ പീറ്റ് എന്ന പട്ടി. പോലീസുകാർ വരുന്ന കറക്റ്റ് സമയത്ത് പട്ടിയെ കാണാണ്ടാവുന്നു. ഇവൻ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് പോലീസുകാർ ഗാർവി എന്ന വ്യാജ പേരിൽ താമസിക്കുന്ന ഈ കള്ളനെ കണ്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞ എല്ലാം സേഫ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.